നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തെരുവ് നായ്ക്കളുടെ കടിപേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാണ് കണ്ണൂരിലെ നഗരവാസികൾ. ഇന്നലെയും ഇന്നുമായി കടിയേറ്റത് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 70-ലധികം പേർക്ക്. പരിമിതികളും കെടുകാര്യസ്ഥതയും നിരത്തി പരസ്പരം പഴിചാരുകയാണ് കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും. ഇത് കണ്ണൂരിലെ മാത്രം പ്രശ്നമല്ല, ഒരു പുതിയ പ്രശ്നവുമല്ല. കേന്ദ്ര നിയമത്തെയും ചട്ടങ്ങളെയും പഴിച്ച് എത്ര നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഉത്തരവാദിത്വം നിറവേറ്റേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ അത് കൃത്യമായി നിറവേറ്റുന്നുണ്ടോ? അതോ ഇനിയും ഉണർന്നു പ്രവർത്തിക്കാൻ മരണത്തിന് കീഴടങ്ങിയ കൊല്ലത്തെ 7 വയസ്സുകാരി നിയ ഫൈസലിനെ പോലെ ഇനിയും ഇരകൾ ഉണ്ടാകേണ്ടതുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചർച്ചയിൽ അതിഥികളായെത്തുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകൻ ജോസ് മാവേലി എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കണ്ണൂരിലെ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. 2 ദിവസമായി കണ്ണൂർ നഗരവും ജനങ്ങളും പരിഭ്രാന്തിയിലാണ്. ഇന്നലെ താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തും ഇന്ന് പ്രഭാത് ജംഗ്ഷനിലുമായി 72 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളെ ആക്രമിച്ചതെന്ന് സംശയിക്കുന്ന നായകളെ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ ആശങ്കയേറുന്നുണ്ട്. നായകൾ വാഴുന്ന കണ്ണൂർ നഗരത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അരുൺ പൂപ്പറമ്പ ചേരുന്നു. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ താവക്കരയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് ആദ്യമായി തെരുവ് നായ ആക്രമണം ഉണ്ടായത്. ബസ് കയറാനെത്തിയ യാത്രക്കാരെയും കടകളിലെത്തിയവരെയും തെരുവ് നായ കടിച്ചു. പിന്നീട് 3 മണിക്കൂറോളം സമയം ഈ പരിസരം തെരുവ് നായയുടെ വിളയാട്ടമായിരുന്നു. ഇന്ന് രാവിലെയും സമാന സാഹചര്യം ആവർത്തിച്ചു. അതിരാവിലെ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയവരെ തെരുവ് നായ കടിച്ചു. അവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നെക്കുള്ള വന്നു. അപ്പോൾ ഞാൻ കുടയുണ്ടായിരുന്നു, കുടേനെ കൊണ്ട് അടിച്ചു. പക്ഷേ നായ വിട്ടില്ല, കടിച്ചു. ഞാൻ താഴെ കൊന്നു. ഞാൻ വിചാരിച്ച ഈ മുള്ള മറ്റോ കുടിക്കാൻ വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയതാണ്. നോക്കുമ്പോൾ നായാന്നുള്ള അപ്പോഴേക്ക് അത് രണ്ടാമതും ഓടി വരണം കടിക്കാൻ. കാറ്ററിങ്ങിന് വർക്ക് ചെയ്യുന്ന റെയിൽവേൻ്റെ. അപ്പോൾ ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊമേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് പിന്നെ ഒരു പട്ടി ഓടി വരുമ്പോൾ എനിക്ക് കടിക്കുന്നുള്ളൊരു എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലെ ബാഗ് ഞാൻ അതിൻ്റെ നേരെ തട്ടിയപ്പോൾ ബാഗ് തെറിച്ചപ്പോൾ വന്നിട്ട് കാലിന് കടിച്ചു. ഞാനിപ്പോൾ ഉള്ള പ്രഭാത് ജംഗ്ഷനാണ് ഭ്രാന്തു പിടിച്ചു നടന്ന തെരുവ് നായയുടെ മറ്റൊരു താവളം. പ്രഭാത് ജംഗ്ഷനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ദൂരം 200 മീറ്റർ മാത്രമാണ്. അതായത് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഇടങ്ങൾ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. അതിൻ്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പ്രശ്നം നായ കടിക്കാൻ വരുന്നത് ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നതുകൊണ്ട് നമുക്ക് പണിയുമില്ല. ആൾക്കാർ ഏതും 4 ഭാഗത്തും പായുന്നു. അതായത് പ്ലാസ്റ്റിക്ക് ഒരു പെണ്ണുങ്ങൾ ഒരു പ്രായമില്ലാതെ പിടിച്ച് കടിച്ചു പോലും. നായ കടിച്ച് നായ അതേ സ്പീഡ് പായുകയും നായനെ പിടിക്കാൻ കഴിയുന്നില്ല. നായനെ പിടിക്കുന്ന ആൾ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ആ നായനെ പിടിക്കുന്ന ആൾ വരുമ്പോഴേക്ക് ഇതെല്ലാം എവിടെയല്ലോ എസ്കേപ്പ് ആവുന്നുണ്ട്. ഒറ്റൊന്നിനെ കിട്ടിയില്ല. തെരുവ് നായിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിന്നലെ ഭയപ്പെട്ട് ഇതായില്ല. നമ്മളെ കൺമുന്നിൽ തന്നെ നായി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞാൽ പെണ്ണിനെ കടിച്ചത്. ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഇന്നലെ ഞാനിവിടെ ഇരുന്നപ്പോൾ നായ വന്നിട്ട് കടിച്ച് നോക്കുമ്പോൾ കോട്ട് മാത്രമേ പോയി, ബോഡിക്ക് എഴുതിയിട്ട് ടച്ചായിട്ടില്ല. തെരുവുനായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും പരസ്പരം പഴിചാരുകയാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്നുണ്ട്.
അപ്പോഴും ഒരു നഗരം നായപ്പേടിയിൽ വിറച്ചു നിൽക്കുകയാണ്. ചർച്ചയിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നമ്മളോടൊപ്പം ചേരുകയാണ്. ഡെപ്യൂട്ടി മേയർ, ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യം നഗരമേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ആശങ്കയിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ, യാത്രക്കാർ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവർ, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവർ, അങ്ങനെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. നേരത്തെ തന്നെ കണ്ണൂരിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നഗരമേഖലയിൽ തന്നെ ഈ നായപ്പേടിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമായി ഇങ്ങനെ 2 ദിവസത്തിനിടയിൽ 70-ലധികം ആളുകൾക്ക് കടിയേൽക്കുന്ന നിലയിലേക്കൊക്കെ ഇങ്ങനെ ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കോർപ്പറേഷന് നേരെ ഇപ്പോൾ ഉയരുന്ന ചില വിമർശനങ്ങളുണ്ട്. അതിൽ കൂടി താങ്കളുടെ മറുപടി. അല്ല, ഇത് കോർപ്പറേഷനെ മാത്രം പഴിചാരിക്കൊണ്ട് കാര്യമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ തെരുവ് ന്യായ സംബന്ധിച്ച വിഷയത്തിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഉള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കണ്ടുവരുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി കണ്ണൂർ നഗരത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആ മാറിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മേയറും അതുപോലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളും അതുപോലെ ഹെൽത്ത് വിഭാഗം ആളുകൾ, തൊഴിലാളികൾ, കണ്ടീഷന്റ് വർക്കേഴ്സ് എല്ലാവരും 4 ഭാഗത്ത് ടൗണിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ അക്രമവാസനയുള്ള നായയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ, എസ്ഐമാര് 2-3 എസ്ഐമാർക്ക് ചാർജ് നൽകുകയും മേയർ അവരും അതോടൊപ്പം തൊഴിലാളികളും ഈ നായയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നായ്ക്കളെ പിടിക്കാനോ അതിനെ എന്താ ചെയ്യുക, അതിനെ വേറെ ഒന്നും ചെയ്യാൻ നമുക്കിപ്പോ നിർവാഹമില്ല. പേ പിടിച്ച നായി ആയാൽ പോലും അതിനെ പിടിച്ച് കൊല്ലാനോ, കൊന്നു കഴിഞ്ഞാൽ തന്നെ അതിനെതിരെ പരാതികളും ആക്ഷേപങ്ങളുമാണ് വരുന്നത്. അവർക്കെതിരെ കേസ് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയുള്ള തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ അന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെ അന്ന് പേ പിടിച്ച നായയെ പിടിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസുമായി ഇന്നും ആ ഉദ്യോഗസ്ഥൻ വലഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇത് ആരാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മള് ജില്ലാ പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ നമ്മൾ സ്വയം ഇത് ഏറ്റെടുത്തുകൊണ്ടോ കാര്യമില്ല. ഇതിന് ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. കാരണം മനുഷ്യജീവന് വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നമുക്കൊന്നേ പറയാനുള്ളൂ, സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം തരട്ടെ. ശരി, ആ അധികാരം എന്നതിനെ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഈ നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ആ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട്, ആ ചട്ടം മാറ്റപ്പെടേണ്ടതാണോ എന്നതൊക്കെയുള്ള വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ നിലവിലിപ്പോൾ ഈ ചട്ടം, നിയമം അത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത് ജനങ്ങളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ജില്ലാ പഞ്ചായത്തിനാണ് എന്നൊക്കെ കോർപ്പറേഷന്റെ ഒരു വാദമായി മുന്നോട്ട് വെക്കാമെങ്കിലും കോർപ്പറേഷൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ഇത് കാലങ്ങളായുള്ള പ്രശ്നമാണ്. ഇന്ന് ഈ സംഭവത്തിന് ശേഷം ചെയ്ത നടപടികൾ താങ്കൾ വിശദീകരിച്ചു. അതിനു മുമ്പ് കോർപ്പറേഷൻ എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും ഉയരും. അതിനുള്ള മറുപടി അഡ്വക്കേറ്റ് പി ഇന്ദിര. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ കുറെ പേരെ കടിച്ച സമയത്ത് തന്നെ നമ്മൾ ഇതിനെ സംരക്ഷണം കൊടുക്കാൻ, നായയെ പിടിക്കാനും അതിനെ കൊണ്ടിടാനും കൂടുണ്ടാക്കാം എന്ന് ആവശ്യപ്പെട്ടു കൂടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ എന്താ പറയാ, പേ പിടിച്ച നായ്ക്കൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. തെരുവിലുള്ള നായ്കളെ നമുക്ക് പിടിക്കാനോ അതിന് വാക്സിനേഷൻ ചെയ്യാൻ പോലും നമ്മൾ നായയെ പിടിക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകൾ ഈ പൊതുസമൂഹത്തിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായയെ പിടിച്ച് വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ABC പ്രോഗ്രാം, ABC എന്ന് പറയുന്നത് DPC പ്രൊജക്ട് ആയിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിന് ചുമതലയുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലയിലുള്ള ഒരു വിഹിതം നമ്മൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ആ ജില്ലാ പഞ്ചായത്താണ് ABC പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. അപ്പൊ അതിന്റെ വിഹിതം കഴിഞ്ഞ കാലങ്ങളിൽ 20 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ 5 ലക്ഷം രൂപ പദ്ധതി ആസൂത്രണമായി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെയ്യുന്നത് നായകളെ പിടിക്കാനുള്ള നായ പിടുത്തക്കാരെ നമ്മൾ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ
പേ പിടിച്ച നായ്ക്കളുടെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഇവരെ പിടിക്കാനുള്ള സാഹചര്യമുള്ളൂ. അപ്പൊ അങ്ങനെ പിടിക്കാൻ വേണ്ടി നായപിടുത്തക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൂടുണ്ടാക്കിയിട്ടുണ്ട്, അതിനെ നിരീക്ഷണത്തിൽ വെക്കാൻ വേണ്ടി കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു പ്രശ്നം നമുക്ക് ജനങ്ങളുടെ ജീവനും അവരുടെ ഇതിലാണ് പ്രാധാന്യമുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നാളെ തന്നെ നമ്മൾ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊരു കൂട്ടായ ചർച്ചയായി. ഇവിടെ രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം, നമുക്ക് പൊതുജനങ്ങളുടെ ജീവന്റെ മേലെയുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചിട്ട് വിശദമായി ചർച്ച ചെയ്യാനും എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി അതിനാവശ്യമായിട്ടുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ നാളെ അടിയന്തരമായിട്ടുള്ള കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ശരി, ഡെപ്യൂട്ടി മേയറിലേക്ക് വരാം. അതിനു മുമ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് കുര്യൻ, ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം LDF അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് കൗൺസിൽ യോഗത്തിൽ കണ്ടു. ഇറങ്ങി വരുന്നത് പുറത്തെ പ്രതിഷേധം, കോർപ്പറേഷൻ ഇതിൽ നിറവേറ്റേണ്ടതായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, അനാസ്ഥ കാട്ടി, നേരത്തെയും കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ LDF അംഗങ്ങൾ ഉയർത്തുന്നത് കണ്ടു. ഇങ്ങനെ കോർപ്പറേഷനെ ഇതിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ തക്ക സാഹചര്യം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അവരിതിൻ്റെ ഏത് ഏരിയയിലാണ് വീഴ്ച വരുത്തുന്നത്? ശ്രീ ബിനോയ് കുര്യൻ. ഇതിനകത്ത് കോർപ്പറേഷനെ സംബന്ധിച്ച് അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഒന്ന്, അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കളെ പിടിച്ച് അതിനെ പ്രത്യേക കെയർ ഹോമുകളിലാക്കണം, ഡോഗ് കെയർ ഹോമുകളിലാക്കണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരിമിതിയാണ്. പിന്നെ ഇവിടെ ഡെപ്യൂട്ടി മേയർ പറയുമ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ABC കേന്ദ്രം നടത്തേണ്ട ചുമതല ജില്ലാ പഞ്ചായത്തിന് മാത്രമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ശരിയല്ല. ജില്ലാ പഞ്ചായത്ത് ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനുണ്ട് ഉത്തരവാദിത്വം. ഗവൺമെൻറ് ഉത്തരവിനകത്ത് തന്നെ കോർപ്പറേഷനുകൾ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കണം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സേവന സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് പടിയൂർ പഞ്ചായത്തിലാണ് ABC കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ഒരു യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ദിവസം 5 or 6 നായ്ക്കളെ മാത്രമാണ് അവിടെ വന്ധ്യീകരിക്കാൻ വേണ്ടി അതിൻ്റെ സർജറി നടത്താൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ഒരു വർഷം മുഴുവൻ പ്രവർത്തിച്ചാലും മാക്സിമം പോലെ 1500 or 2000 തെരുവ് നായ്ക്കളെ മാത്രമാണ് ഈ ABC ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ കൃത്യമായി തദ്ദേശ വകുപ്പിനകത്ത് കൃത്യമായിട്ട് ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കോർപ്പറേഷനുകൾ പ്രത്യേകം ABC കേന്ദ്രം ആരംഭിക്കണം. 2 ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രമെങ്കിലും ആരംഭിക്കണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ കൂടുതൽ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ മാത്രമേ ABC ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ABC ചെയ്തുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. ABC ചെയ്ത് ഭാവിയിലേക്ക് അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ABC കൊണ്ട് സാധിക്കുക. നിലവിൽ തെരുവ് നായ്ക്കളുടെ ഇപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള അവരുടെ ഈ കടിയും അതുപോലെ അതിൻ്റെ ശല്യവും തടയാൻ നിലവിലുള്ള നിയമങ്ങൾക്കകത്ത് മാറ്റം വരണം. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിനകത്ത് മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ഉണ്ട് 1960 അതുപോലെ തന്നെ ആനിമൽ ബർത്ത് കൺട്രോൾ ആക്ടിൻ്റെ റൂളുണ്ട് 2001 റൂളുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പൊതുസമൂഹത്തിന് ശല്യമാകുന്ന ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്ര നിയമങ്ങൾക്കകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിക്കകത്ത് കേസുണ്ടായിരുന്നു. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ നൽകിയിട്ടുള്ള കേസുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആ കേസിനകത്ത് കക്ഷി ചേർന്നതാണ് സുപ്രീം കോടതിക്കകത്ത്. എന്നാൽ സുപ്രീം കോടതി ആ കേസ് തീർപ്പാക്കിയത് വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെയാണ്. ശരിക്കും സുപ്രീം കോടതി ആ ഒരു ഉത്തരവാദിത്വം ഒന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്റ്റും അതുപോലെ തന്നെ ABC റൂൾസും അതിനെ അനുസരിച്ച് പാലിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിലയ്ക്കായിരുന്നില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ആ ഘട്ടത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മൃഗസ്നേഹികളും അവരുടെ സംഘടനകളും
അതുപോലെ തന്നെ വാക്സിനുമായി ബന്ധപ്പെട്ട വിവിധ കമ്പനികളെല്ലാം അതിൻ്റെ ആളുകളെല്ലാം വളരെ സജീവമായി നൂറുകണക്കിന് വക്കീലന്മാരാണ് ഇതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അണിനിരന്നിട്ടുള്ള ഏറ്റവും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വലിയ താല്പര്യങ്ങളുണ്ട് എന്നുകൂടി കാണണം. ഇതിനകത്ത് ഹനിക്കപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവനാണ്. നിരവധി ആളുകൾ നായയുടെ കടിയേറ്റ് ബുദ്ധിമുട്ടുകയാണ്, പേ ബാധിച്ച ആളുകൾ മരിക്കുന്നു. അത്തരം സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഒരു DPC പ്രൊജക്ടിന്റെ കാര്യമൊക്കെ കേട്ടിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നത് കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ പുരോഗതി ഏതു തരത്തിലാണ്? ഇതിനെ പൂർണ്ണമായൊരു രാഷ്ട്രീയ വിമർശനം എന്നുള്ള നിലയിൽ വഴിമാറ്റി കൊണ്ടുപോവുകയല്ല. ഇതിന് പ്രധാന പ്രശ്നം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കോർപ്പറേഷനെതിരെ വിമർശനം ഉയർത്തുമ്പോൾ ഇതിൽ CPM ഭരിക്കുന്ന പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ആ നിലയിൽ ഈ പ്രവർത്തനങ്ങളിൽ ഉയരുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണത് മറുപക്ഷത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നതുമാണ്. ബിനോയ് കുര്യൻ, ഇതിനകത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ABC കേന്ദ്രം ആരംഭിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഏക ജില്ലാ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. അത് തദ്ദേശ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം തന്നെയാണ്. ജില്ലാ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെയും നഗര ഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രൊജക്റ്റായിട്ടാണ് ABC നടപ്പിലാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് DPC നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി പോകുന്നത്. അതിനകത്ത് കൃത്യമായ ഉത്തരവ് പറയുന്നുണ്ട്. കോർപ്പറേഷൻ പ്രത്യേകമായി ABC കേന്ദ്രം ആരംഭിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഇതുവരെ ABC കേന്ദ്രം ആരംഭിക്കൂ അതിൻ്റെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കോർപ്പറേഷൻ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള പോരായ്മയാണ്. അതുപോലെ തന്നെ തദ്ദേശ പഞ്ചായത്തി രാജ് ആക്ടിനകത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി ആക്ടിനകത്ത് അതിൻ്റെ 27ാമത്തെ വകുപ്പിനകത്ത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുകയും അതുപോലെ തന്നെ വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. പഞ്ചായത്ത് ആക്ട് പ്രകാരം, മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം നഗരസഭകൾക്കും കോർപ്പറേഷനുമാണ്. ജില്ലാ പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം ABC കേന്ദ്രം ഇവരുടെ സഹായത്തോടെ ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു കേന്ദ്രം പോരാ, കോർപ്പറേഷൻ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കുറച്ചുകൂടി മുൻകൈ എടുത്തുകൊണ്ട് രണ്ടാമതൊരു യൂണിറ്റ് കൂടി ആരംഭിക്കേണ്ട പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി. ഞങ്ങൾക്ക് ഈ മാസം ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് കൂടി അവിടെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് കൃത്യമായി ഞങ്ങളെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിനെ പഴിചാരി പോകാനൊന്നും കോർപ്പറേഷൻ സാധിക്കില്ല. ശരി, ഞാൻ ഡെപ്യൂട്ടി മേയറിലേക്ക് വരാം. അതിനു മുമ്പ് ജോസ് മാവേലിയിലേക്ക്, സാമൂഹ്യ പ്രവർത്തകൻ ജോസ് മാവേലിയിലേക്ക് പോവുകയാണ്. ശ്രീ ജോസ് മാവേലി, ഇവിടെ രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. 2 ദിവസത്തിനിടെ 72 പേർക്ക് കടിയേൽക്കുന്ന നിലയിലേക്ക് ഒരു നഗരത്തിൽ മാത്രം സാഹചര്യം പോവുക ഏറെ നാളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ കേന്ദ്ര നിയമത്തിനെതിരെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലടക്കം പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോഴും ഈ പ്രശ്നം ഒരു പരിഹരിക്കാത്ത പ്രശ്നമായി, പരിഹാരമില്ലാത്ത പ്രശ്നമായി, ഇങ്ങനെ നിശ്ചിതമായ ഇടവേളകളിൽ അത് രൂക്ഷമായി നിൽക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഈ ചട്ടങ്ങൾക്കൊക്കെ അകത്ത് നിന്നുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ സർക്കാർ അതിൽ കാണിക്കേണ്ട ഇടപെടൽ, അതിലൊക്കെ ഒരു വീഴ്ച ഉണ്ടാവുന്നത് ഈ പ്രശ്നം വഷളാക്കുന്നുണ്ടോ ജോസ് മാവേലി? ഇത് ഇപ്പോൾ 24 ചാനലിന് ഒരു പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഈ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി 24 ചാനൽ ചെയ്യുന്ന ഈ ചർച്ച വളരെ ഉപകാരപ്രദമായി മാറും. ഞാൻ പറയുന്നു, ഇന്ന് കേരളത്തിൽ നിരവധി പേർക്കാണ് ദിവസേന തെരുവുനായ്ക്കൾ കടിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഈ സംഭവം ഉണ്ടായത് വാർത്ത വരുത്തും. അതേസമയം എൻ്റെ അടുത്ത് ദിവസേന ആൾക്കാർ പറയുന്നത് എന്നെ പട്ടി കടിച്ചു, എവിടെ പോയി രക്ഷിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച്, എന്നെ എവിടെ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്നു, ഇതെല്ലാം ദിവസേന എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ തെരുവുനായ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. വളരെ കഷ്ടമാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ആട്, താറാവ്, കോഴി എന്നീ കൃഷി ചെയ്ത് പാവപ്പെട്ട ജനങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അതിപ്പോൾ നടക്കാൻ പറ്റണ്ടായി. അതെല്ലാം പട്ടി കടിച്ച് നശിപ്പിക്കുകയാണ്. ഇങ്ങനെ തെരുവ് പട്ടികൾ ഇങ്ങനെ വിലസുകയാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ഇവിടുത്തെ എന്താ പറയുക, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ കാര്യമായി ഇതിനൊരു മുന്നോട്ട് വരുന്നില്ല. ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഇതിന് പ്രതിരോധത്തിനോ എന്തെങ്കിലും കാര്യത്തിൽ ആരും വരുന്നില്ല. ഇവർ പരസ്പരം പഴിചാരുകയാണ്. ഇപ്പോൾ LDF പറയും അത്
മേനക ഗാന്ധി BJP അവരാണ് തെരുവുനായ്ക്കളുടെ ആൾക്കാർ, മേനകാഗാന്ധിയാണ് തെരുവുനായുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തടിയാക്കും. കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ UDF-കാരും ഇത് തന്നെ പറയും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു പ്രശ്നമില്ല. LDF-നും UDF-നും ഇവിടെ വോട്ട് ബാങ്ക് അവർക്ക് വോട്ട് പോവില്ല, അവിടെ വോട്ട് പോകുന്നത് BJP-യാണ്. ഇതാണ് അവർ മനസ്സിലുള്ളത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ അറിഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ വിഷയം ഇരുന്നിട്ട് മൗനം പാലിക്കുകയാണ്. എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു ഉപദേശം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഒന്ന് തീരുമാനം എടുക്കുക. കേരളത്തിലെ ജനങ്ങളിലെ 99% ജനങ്ങളും പറയണത് തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണമെന്നാണ്. 99%. 1% ആളുകളെ ഉണ്ടാവില്ല. 1-2 പേര് മാത്രമേ ഈ തെരുവുനായ സ്നേഹികളെന്ന് പറഞ്ഞ് ഈ വിഷബാധ മരുന്ന് കമ്പനി ലോബികളുടെ ആൾക്കാരായിട്ട് നടക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഇത്രയും ആളുകളെ കഷ്ടപ്പെടുത്തണോ? അപ്പോൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ, വളരെ പെട്ടെന്ന് വിളിക്കൂ. അങ്ങനെ വിളിച്ചിട്ട് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം അറിയൂ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, സുപ്രീം കോടതി നിയമം അനുസരിച്ച് 2001 വരെ തെരുവുനായ്ക്കളെ കൊല്ലാമായിരുന്നു. അന്ന് അതിനുശേഷം 2001 ഈ തെരുവുനായ സ്നേഹികളും നേരത്തെ നമ്മുടെ മറ്റേ പേര് മറന്നുപോയി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് സുപ്രീം കോടതിയിൽ നിരവധി വക്കീലന്മാർ ഇതിനു വേണ്ടി അണിനിരന്ന് നിൽക്കുകയാണെന്ന്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് സുപ്രീം കോടതി വിധി എന്താ പറഞ്ഞിരിക്കുന്നത്? തെരുവുനായ്ക്കളെ കൊല്ലുവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഷെൽട്ടറാക്കാമല്ലോ. ഇപ്പോൾ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കുന്ന കുഴപ്പം? ഇവിടെ നമുക്ക് ഓരോ പഞ്ചായത്തുകൾക്കും അധികാരം കൈമാറും. അവിടെയുള്ള ആ പഞ്ചായത്തിൽ വരുന്ന ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരുവുനായ്ക്കളെ അവിടെയുള്ള ആ കമ്മിറ്റിക്ക് അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കൂ. അവർക്ക് അതിൻ്റെ അവകാശങ്ങളും അവരുടെ എന്താ പറയുക, അവർക്ക് എന്താ ചെയ്യുന്നുള്ള അധികാരം കൊടുക്കൂ. അത് മുഖ്യമന്ത്രി ഒരു സർവകക്ഷിയും വിളിച്ചിട്ട് അങ്ങനെ ചെയ്യണം. അല്ലാതെ ഇതിങ്ങനെ നീണ്ടു പോകാൻ പാടില്ല. അവിടെ ഷെൽട്ടർ പണിയുക. അപ്പോൾ ഷെൽട്ടർ പണിയുമ്പോൾ ജനങ്ങൾ സമ്മതിക്കില്ല എന്നാണ് മന്ത്രിമാരൊക്കെ പറയണത്, ഈ വകുപ്പ് മന്ത്രിയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വീടിനുള്ള വനപ്രദേശം വേണ്ടതെന്നുള്ള കേരളത്തിൽ വനത്തിൽ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ നിർമ്മിക്കാമല്ലോ. ഇപ്പം കേരളത്തിൽ ഇത് വേണ്ട സൗകര്യം ഉണ്ട് അതിനുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ തെരുവുനായ്ക്കളെ കൊണ്ടുപോയി ഷെൽട്ടറാക്കാനോ ഡോഗ് പാർക്കുകളാക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ജനങ്ങൾ ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം നിരവധി ആളുകൾ ഈ കാര്യത്തിൽ സ്പോൺസർ ചെയ്യാൻ താല്പര്യമാണ്. ഈ തെരുവുനായ്ക്കളോട് നിന്ന് മാറ്റുകയാണെങ്കിൽ അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുവാനോ അവർക്ക് നോക്കുവാനോ അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ആളുകൾ റെഡിയാണ്. ABC റൂൾ നടത്താനും വന്ധീകരണം നടത്താനും സർക്കാർ ഉത്തരവാദിത്തം മാത്രം മതി. ഈ തെരുവുനായ്ക്കളെ പിടിക്കുന്ന കാര്യത്തിൽ അതാത് പ്രദേശത്തുള്ള തദ്ദേശ സ്വയം ഇതിന്റെ ഒരു ഈ പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഏറ്റവും പീക്ക് എന്നുള്ള നിലയിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ABC ആണ്. അത് പക്ഷേ ഈ ABC എങ്ങനെയാണ്, ABC കേന്ദ്രങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ഈ ജില്ലകളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കണക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയിലെ മുഴുവൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ABC സെന്റർ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിൻ്റെ കാര്യത്തിൽ അവിടെയുള്ള പ്രാദേശികമായി ഉയർന്നു വരുന്ന എതിർപ്പുകൾ ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊരു ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിലാണല്ലോ ഈ പ്രതിസന്ധി ഇപ്പോഴും നിൽക്കുന്നത്. ജോസ് ABC റൂള് അല്ലെങ്കിൽ വന്ധീകരണം എന്നൊക്കെ പറയുന്നത് ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് എന്താ പറയുക, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് കണക്കെടുത്താൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എത്ര തെരുവുനായ്ക്കളെ വന്ധീകരിച്ചിട്ടുണ്ടാവും? ഒരു നിസ്സാര തെരുവുനായ്ക്കളെ വന്ധീകരിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, വന്ധീകരിച്ച തെരുവുനായ്ക്കൾ മനുഷ്യരെ കടിക്കില്ലേ? അവർക്ക് പേവിഷബാധയില്ലേ? അപ്പോൾ എന്താണ് അതിനകത്ത് അർത്ഥിരിക്കണേ? തെരുവുനായ്ക്കളെ ഇവിടെ ഇപ്പോൾ സർവേ എടുക്കുകയാണെങ്കിൽ 50% തെരുവുനായ്ക്കൾക്കും പേവിഷബാധയുണ്ട്. ഇനി വന്ധീകരണം നടത്തണമെങ്കിൽ എങ്ങനെ വന്ധീകരണം നടത്തുന്ന പറയണേ? അതിന് മാത്രം ലക്ഷക്കണക്കിന് തെരുവുനായ്ക്കളാണ് കേരളത്തിൽ വിരസണത്. ഒരു തെരുവുനായ, ഒരു പെൺ തെരുവുനായ ഒരു വർഷം 3 തവണയാണ് പ്രസവിക്കുന്നത്. ഈ 3 തവണ പ്രസവിക്കുമ്പോൾ 10-15 കുഞ്ഞുങ്ങളെയാണ്. ഇതിങ്ങനെ ഇരട്ടിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് കണക്ക് തന്നെ 2 വർഷം മുമ്പ് കണ്ട് എടുത്തിട്ടുണ്ട്. അന്ന് 2 ലക്ഷം തെരുവുനായ്ക്കൾ എന്ന് പറയുന്നു. ഇപ്പോൾ സർവേ എടുക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം തെരുവുനായ്ക്കൾ ഉണ്ടാവും. എവിടെ ചെന്നാലും തെരുവുനായ്ക്കൾ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യരെ പോലെ തന്നെ ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഷെൽട്ടറുകൾ തന്നെ പറ്റുള്ളൂ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. പിന്നെ സർവകക്ഷി യോഗം വിളിക്കൂ. അപ്പോൾ നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം അറിയാമല്ലോ. നമുക്കൊരു എന്താ പറയുക, ഒരു വിമോചന സമരം പോലെ തന്നെ തെരുവുനായ വിമുക്ത കേരളം എന്നൊരു മുദ്രാവാക്യം വിളിച്ചിട്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചുകൊണ്ട് ഒരു മനുഷ്യ ചങ്ങല കോർക്കൂ. ഈ സുപ്രീം കോടതിയിലെല്ലാം കണ്ണു തുറക്കട്ടെ. കേരളത്തെ മാതൃകയാക്കാമല്ലോ മുഖ്യമന്ത്രിക്ക്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരളത്തെ മാതൃകയാക്കാം. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നല്ലൊരു കയ്യടി കിട്ടുന്നു, അഭിമാനം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. ജനങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ് തെരുവുനായ്ക്കളെ മാറ്റൂ എന്ന്. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കണേ? BJP വളരില്ല എന്നുള്ളത് ശരിയാണ്. തെരുവുനായ്ക്കളോട് ഉണ്ടായാൽ ഉടനെ എല്ലാവരും പ്രാകണത് മേനകാഗാന്ധിയാണ്. തെരുവുനായ്ക്കൾ കടിക്കുമ്പോൾ അപ്പോൾ മേനകാഗാന്ധി ഓട്ടോമാറ്റിക്കായിട്ട് BJPയുടെ ലീഡറാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ആ BJP അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്നും പറഞ്ഞ് ഇവർ തടിയപ്പുകയാണ്. പക്ഷേ
ഭരണകർത്താക്കൾ ഒരു കാര്യം ചെയ്യും. അധികാരികൾ, മുഖ്യമന്ത്രിക്ക് അധികാരമുള്ള ആളല്ലേ, അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മനുഷ്യജീവനാണ് വലുത്. മനുഷ്യ ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കയ്യടി മേടിക്കാൻ ജനങ്ങളുടെ ഒരു വലിയ സിമ്പതി കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കൂ. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കാൻ പറ്റും. ഇത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനം, യാതൊരു സംശയവുമില്ല, ജനങ്ങളുടെ ആശങ്കയും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കേരളത്തെ അന്താരാഷ്ട്ര തലത്തിലൊരു ബ്രാൻഡാക്കിയൊക്കെ അവതരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. നമ്മുടെ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് വിദേശത്ത് നിന്നൊക്കെ ആളുകൾ എത്തുമ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നായകളുടെ കൂട്ടം, ബസ് സ്റ്റാൻഡുകളിൽ നായകളുടെ കൂട്ടം, അതിങ്ങനെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പൊതുവായുള്ള വൃത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി അനുബന്ധമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഈ ടൂറിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ടൂറിസം അവിടെ വിജയിപ്പിക്കണേ? ഇനിയിപ്പോൾ വിദേശികൾക്കൂടെ നിൽക്കാൻ പറ്റും. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു വിദേശിയെ തെരുവുനായ്ക്കൾ കടിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കടപ്പുറത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ തെരുവുനായ്ക്കൾ ഓടി നിന്ന് കടിക്കുകയാണ്. അവിടെ പോയി കിടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ടൂറിസം ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകും. അതൊക്കെ ഇത് വളരെ വളരെ ഭയാനകമായിട്ടാണ് കാര്യങ്ങൾ പോണത്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഇപ്പോൾ നിയമം അനുസരിച്ച് ഷെൽട്ടറുകൾ മാത്രമേ പറ്റുള്ളെങ്കിൽ ഷെൽട്ടർ ഉണ്ടാക്കുക. അല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനാ? ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് അത് ഭരണകർത്താക്കളാണ്. ആ ഭരണകർത്താക്കൾ അതിന് ചുമതല ഏക്കോ. ഞാൻ പറയുന്നത്, എങ്ങനെയെങ്കിലും ഓരോ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തിട്ട് അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഷെൽട്ടറുകൾ പണിതിട്ട് ഈ തെരുവുനായ്ക്കൾ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുകയോ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനൊക്കെ സ്പോൺസർമാരെ കണ്ടെത്താം. അതിനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾ 2016 കൂവപ്പടി പഞ്ചായത്തിൽ ഞാനും ബഹുമാനപ്പെട്ട കൊച്ചൂസഫ് ചിന്നപ്പള്ളി സാറും കൂടിയും അവിടെ ഒരു തെരുവുനായ ഷെൽട്ടർ പണിതു. 2 ഏക്കർ സ്ഥലം അവിടെ വാടകയ്ക്ക് എടുത്തു. അവിടെ ഒരു പാറമടയാണ് വാടകയ്ക്ക് എടുത്തത്. അവിടെ ഞങ്ങളൊരു 500 പട്ടികൾക്ക് സുഖമായിട്ട് താമസിക്കാവുന്ന ഒരു ഷെൽട്ടർ പണിതു. ഞങ്ങളവിടെ ഒരു 50 പട്ടികളെ കൊണ്ടുപോയി ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോയി പാർപ്പിച്ചു. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പീറ്റേഴ്സ് ചെന്നപ്പോൾ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരുവ് പട്ടി സ്നേഹികളും മറ്റ് അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ കൂടി വന്നിരിക്കുകയാണ് ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഇവിടെ ഗവൺമെൻറ് മുൻകൈ എടുത്താലേ ഞങ്ങൾക്ക് പവർ ഇട്ടുള്ളൂ. ഗവൺമെൻറ് പറയട്ടെ, ഓരോ പഞ്ചായത്തുകൾക്കും അതിന് അധികാരം കൈമാറുന്നു എന്ന് മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ച് പറയട്ടെ. അപ്പോൾ പിന്നെ അവർക്ക് ധൈര്യം കിട്ടിയല്ലോ. അതിനാരും ചെയ്യുന്നില്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാറുകയാണ്. ഈ നായപ്പേടിയിലാണ് കണ്ണൂർ നഗരം ഇന്നലെയും ഇന്നുമായി 75ഓളം പേർക്ക് നായയുടെ കടിയേൽക്കുന്ന നിലയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കടിപേടിച്ച് നാട് എന്ന രീതിയിൽ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഡ്വക്കേറ്റ് പി ഇന്ദിര, നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സംസാരിക്കുന്ന ഘട്ടത്തിലും കോർപ്പറേഷൻ അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല. ഈ ഒരു ദൗത്യ സംഘം രൂപീകരിക്കുകയോ അവിടെ നിന്ന് നായകളെ പിടികൂടുകയോ അതൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയോ അങ്ങനെ ചെയ്യാവുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ കോർപ്പറേഷന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. മറുപടി അഡ്വക്കേറ്റ് പി ഇന്ദിര. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ അതിനാണ് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ DPC പ്രൊജക്ട് വെച്ചിട്ട് ജില്ലാ പഞ്ചായത്തിന് തുക കൈമാറുക. ഇവിടെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി നമ്മൾ കൃത്യമായി ചെയ്തിട്ടില്ലാന്ന്. അവര് ഈ പൈസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് അവരെത്രത്തോളം കാര്യക്ഷമമായി ഇത് ചെയ്തു? ഒരു ദിവസം എത്ര എണ്ണം ചെയ്യുന്നു? ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതുപോലെ തുക ജില്ലാ പഞ്ചായത്തിൽ കൈമാറുന്നുണ്ട്. കോർപ്പറേഷൻ ഈ തുക കൈമാറിയപ്പോൾ കോർപ്പറേഷൻ പരിധിയിലുള്ള എത്ര നായ്ക്കളെ പിടിച്ചു, എത്ര നായ്ക്കളെ വന്ധ്യംകരണം ചെയ്തു എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ കത്തയച്ചു. നമുക്ക് അതിന്റെ റിപ്പോർട്ട് വേണമെന്ന്. നാളെ ഇതുവരെയായിട്ട് അതിന്റെ റിപ്പോർട്ട് നൽകാൻ അവർ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നില്ല. നമ്മൾ ഇതിന്റെ ഈ തെരുവുനായ ശല്യം രൂക്ഷമായ സമയത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനമാണ് കൃഷി ഫാമുകളിൽ ഇതിനുള്ള സംവിധാനം, ഷെൽട്ടർ ഹോം ഒരുക്കാനുള്ള സ്ഥലം ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാൻ, ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ നമ്മൾ ഇപ്പോഴും തയ്യാറാണ്. നമ്മളെ തനത് ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ നായ്ക്കളുടെ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ, കോർപ്പറേഷന്റെ ചേലോറ, നമുക്ക് ആകെയുള്ള സ്ഥലമാണ് ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൗൺസിൽ തീരുമാനം ചർച്ച ചെയ്യുമ്പോഴേ അവിടെ വിമർശനങ്ങൾ വന്നു. ഒരു സ്ഥലത്തേക്കും ഈ സംവിധാനം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല.
ഇത്തരം ഒരു പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് നേരത്തെ ജോസ് മാവേലി പറഞ്ഞതുപോലെയുള്ള അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഗവൺമെന്റ് തലത്തിൽ ഒരു തീരുമാനം വരട്ടെ, ആ തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള തീരുമാനം വരട്ടെ. ആർക്കാണ് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുക? ഞങ്ങളിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നാളുകളിൽ ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ കൊല്ലേണ്ടി വന്നാൽ, പേ പിടിച്ച നായ്ക്കളെ കൊല്ലേണ്ടി വന്നാൽ അതിനും നമ്മൾ തയ്യാറായി നിൽക്കുക. കാരണം നമുക്ക് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണം. സ്കൂൾ തുറന്ന സമയമാണ്. ഇന്ന് കണ്ണൂരാണെങ്കിൽ നാളെ അത് മറ്റു സ്ഥലങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് ഇവിടെ നമ്മുടെ കൗൺസിൽ യോഗം നടത്താൻ ഇവിടുത്തെ LDFന്റെ ആളുകൾ വിട്ടില്ല. എന്താണ്? നമ്മൾക്കൊരു കാര്യക്ഷമമായിട്ടുള്ള ചർച്ച നടത്തേണ്ട സ്ഥലത്താണ് ഇവർ LDFന്റെ ആളുകൾ വന്ന് ഇവരെ സമരം നടത്തി ഇവിടെ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ മുഴപ്പിലങ്ങാട് ഒരു കുട്ടി മരണപ്പെട്ടു. ചെമ്പിലോട് പഞ്ചായത്തിൽ 36-40 ആളുകളെ കടിച്ചു. അന്ന് എവിടെ പോയി LDF എന്തുകൊണ്ട് സമരം ചെയ്തില്ല? നമ്മൾ ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമായി കാണുന്നതിനപ്പുറത്തേക്ക് ഇത് പൊതുവായി ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ മാത്രം വിഷയമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള വിഷയമാണ്. ഇതിന് ഇവിടെ പറഞ്ഞതുപോലെ സർവകക്ഷി യോഗം വിളിക്കുക, അത് കാര്യക്ഷമമായി എങ്ങനെ നടപ്പിലാക്കണം, അതിന് കണ്ണൂർ കോർപ്പറേഷൻ ഏത് സമയത്തും മുന്നോട്ടുണ്ട്. നമ്മൾ സർക്കാർ ഫണ്ടല്ല, തനത് ഫണ്ട് ഉപയോഗിച്ച് ഈ ഒരു ജനങ്ങളുടെ പ്രശ്നം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ നമ്മൾ തയ്യാറാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ന്യൂ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ് ഇന്നലെയും ഇന്നും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ കണ്ടോൺമെന്റിന്റെ അവിടെയുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളെ ആ ടൗണിന്റെ നടുഭാഗത്താണ്. അവിടെ മാലിന്യം നിക്ഷേപിക്കുക, തെരുവ് നായ്ക്കൾ പെരുകിക്കൊണ്ടിരിക്കുക. മാത്രവുമല്ല, ആളുകൾ പോലും, പൊതുജനങ്ങൾ പോലും തെരുവ് നായ്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, തെരുവ് നായകൾ പെരുകുന്നു. ഈ ABC ചെയ്തത് കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് വരുന്ന നായ്ക്കളെ ഒരു ദിവസം, ഒരു മാസം, ഒരു കൊല്ലം എത്ര തെരുവ് നായ്ക്കളെയാണ് നമുക്ക് വന്ധ്യംകരണം ചെയ്യാൻ പറ്റുക? ഈ വന്ധ്യംകരണം ചെയ്ത് ഇറക്കി വിടുന്ന നായ്ക്കൾ കടിക്കില്ല എന്നോ അവർക്ക് പേ പിടിക്കില്ല എന്നോ നമുക്ക് പറയാൻ പറ്റുമോ? അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം അത് സത്യസന്ധമായി നമുക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും? ജനങ്ങളുടെ പ്രശ്നം തെരുവ് നായ്ക്കൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ സർവകക്ഷി യോഗം വിളിക്കട്ടെ. മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതി വരെ എത്തി. ആ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനവും ഒരു ഡിസിഷൻ വന്നിട്ടില്ല. ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതില് നിയമപരമായിട്ടുള്ള അത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്കിപ്പോൾ ജനങ്ങളുടെ വിഷയം അത് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ജനങ്ങൾക്ക് സമാധാനപരമായി പുറത്തൊക്കെ ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം വേണ്ടി വന്നാൽ, നമുക്ക് കൊല്ലേണ്ടി വന്നാൽ കൊല്ലും എന്നുള്ള അർത്ഥത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് പേ പിടിച്ച നായ്ക്കളെ, അല്ലാതെ തെരുവ് നായ്ക്കളെ കൊല്ലുക എന്നുള്ളതല്ല. പേ പിടിച്ച നായ്ക്കളെ കൊല്ലാനുള്ള അതിൽ ഏത് നിയമത്തിന്റെ ഏത് അറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാണ്. കാരണം ജനങ്ങൾക്ക് സമാധാനത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റണം. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അത് നിയമം എങ്ങനെയാണ് അത് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുക എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് അതിന് ശക്തമായ ഇടപെടൽ നടത്തും. മാത്രവുമല്ല, പോർട്ടബിൾ ABC സെന്റർ ഇപ്പൊ സർക്കാരിന്റെ ഒരു പുതിയ പ്രപ്പോസൽ വരുന്നുണ്ട്. അത് നടപ്പിലാക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനുള്ള പ്രപ്പോസൽ ഞങ്ങൾ സെക്രട്ടറി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. എങ്കിൽ കൂടി നമ്മൾക്ക് പറയാനുള്ളത്, ഈ ABC കേന്ദ്രം സ്ഥാപിച്ചത് കൊണ്ടോ നായ്ക്കളെ ഇത്രയധികം നായ്ക്കളെ നമുക്ക് വന്ധ്യംകരണം ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തത് കൊണ്ടോ ജനങ്ങളുടെ ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അത് നമ്മൾ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അതിന് പരിഹാരമാവണമെങ്കിൽ അതിന് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണം. ആ സർക്കാർ ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇന്ന് ആ പ്രതിഷേധത്തിനിടയിൽ LDFന്റെ അംഗങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടത്, കോർപ്പറേഷൻ അതിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന നടപടികളുണ്ടല്ലോ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് ആ സ്വീകരിച്ച നടപടികളെ അല്പം കൂടി ഡീപ്പായി വിശദീകരിക്കാം എന്ന് തോന്നുന്നു. അത് സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ കോർപ്പറേഷൻ പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്കൊരു വിശദീകരണത്തിന്റെ അവസരമായി അതിനെ കാണാം. മറ്റൊന്ന്, ഈ കോർപ്പറേഷൻ ഇപ്പോൾ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ ഇപ്പോൾ ഇന്ന് ഒരു ടീമിനെ രൂപീകരിക്കുക, നായയെ പിടിക്കുന്ന നടപടിയിലേക്ക് കടക്കുക എന്നതിലേക്കൊക്കെ പോയിട്ടുണ്ട്. തുടർന്ന് ആളുകൾ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ ഇനി ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാതിരിക്കാൻ വേണ്ട ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന നടപടികൾ എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടി വിശദീകരിക്കാം. ഇപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു ഡോഗ് സ്ക്വാഡ്, പിടുത്തക്കാർ, അവർ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോലും ബന്ധപ്പെട്ട് പേ പിടിച്ചിട്ടുള്ള നായ്ക്കളെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള, വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പരസ്യമായി ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്.
പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പേ പിടിച്ച നായി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എത്ര നായ്ക്കളെ കടിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ആ പരിസരത്ത് കാണുന്ന നായ്ക്കൾ മുഴുവൻ പേ പിടിച്ച നായ്ക്കളാകാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സ്ക്വാഡ് ഇനി തുടർന്ന് അങ്ങോട്ടും ഇത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ സമയത്ത് തന്നെ, കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നപ്പോൾ തന്നെ ഞങ്ങൾ നായ്ക്കളെ പിടിച്ച് അവരെ നിരീക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് നായ ഇതുപോലെ ഒരു അക്രമാസക്തമായിട്ടുള്ള നായയെ കണ്ടാൽ നമ്മൾ പിടിച്ച് അതിൽ നിരീക്ഷിച്ച് നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യം അതിനുശേഷം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇത് തുടർന്ന് അങ്ങോട്ടും നമ്മൾ എന്ത് തന്നെ ആയാലും ഈ തെരുവ് നായ്ക്കളെ, ജനങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ പേ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന് തെളിയിക്കണം എന്നുള്ളതാണ്. പേ പിടിച്ചിട്ടുണ്ട് എന്ന സംശയമുണ്ട്. ഈ നായകൾ ചത്തു, അത് നാട്ടുകാർക്ക് ഈ പേ വിഷബാധയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക രൂപപ്പെടുത്തുന്നുണ്ട്. അതിനിടയിൽ എത്ര സംഘങ്ങളാണ് ഈ നായകളെ പിടിക്കാനൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന? എത്ര സംഘങ്ങളാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര? 3 വിഭാഗമായി 3 നായ പിടുത്തക്കാരെ 3 ഭാഗത്തായി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഞങ്ങൾ ഫോറസ്റ്റിന്റെ സഹായം തേടി അവരുടെ ആളുകളും അവിടെ ചുറ്റുമുണ്ട്. പക്ഷെ അവർക്കും പിടിക്കുന്നതിന്, അത് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പിടിക്കുന്നതിന്റെ പിന്നാലെ നാട്ടുകാരോടൊക്കെ മൊബൈൽ ഫോൺ എടുത്തിട്ടും അതുപോലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ എങ്ങനെ പിടിക്കുന്നു, എന്താണ് ചെയ്യുന്നത്, കൊല്ലുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പിന്നാലെ ആളുകളാണ്. ഇവിടെ ഫോറസ്റ്റിൽ നിന്ന് വന്ന ആളുകൾ നമ്മളോട് പറയുന്നത് ക്യാമറ മൊബൈൽ ഫോണുമായി ആളുകൾ ചുറ്റും നിൽക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പേ പിടിച്ച നായയാണ് എന്ന് തെളിയിക്കണമെന്നാ പറയുന്നത്. അതിനെ പോസ്റ്റ്മോർട്ടം വയനാട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് തെളിയിക്കണം. ഇതൊക്കെ ഒരു സാധ്യമായ കാര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പൊ ജനങ്ങളിൽ പോകുമ്പോൾ ഇത് പേ പിടിച്ച നായയാണോ, ഇത് ഓടി നടക്കുമ്പോൾ നമുക്കെല്ലാം സംശയമാണ്. ഓടിപ്പോകുന്ന നായയെ കാണുമ്പോൾ അത് പേ പിടിച്ചതാണ് എന്നുള്ള അസസ്മെന്റ് ആണ്. അത്തരത്തിലുള്ള നായകളെ നമ്മളിപ്പോ പിടിച്ചുകൊണ്ടുണ്ട്. ആ പിടിച്ച നായകളൊക്കെ തന്നെ നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടി കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഇതുപോലുള്ള സംവിധാനം കാര്യക്ഷമമായി നാളുകളിൽ ജനങ്ങൾക്ക്, കണ്ണൂർ കോർപ്പറേഷനിലേക്ക് കടന്നു വരുന്ന ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത തരത്തില് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ് നാളെ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനത്തിന് അടിസ്ഥാനമാക്കി ജനങ്ങൾക്ക് ഒരു ആശങ്കയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും നാളുകളിൽ എന്ന് അവർക്ക് വിശ്വാസം വരുന്ന തരത്തിലുള്ള പദ്ധതി തന്നെ നമ്മൾ നാളെ ആസൂത്രണം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നമ്മൾ സർക്കാർ, അത് മാത്രമല്ല, സർക്കാർ ഇത് പറയുമ്പോഴും നമുക്ക് പറയേണ്ട ഒരു കാര്യം, സർക്കാർ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സർക്കാർ ചെയ്യാത്ത ഒരു കാര്യത്തിന്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ മാത്രം പഴി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. അതിനടിസ്ഥാനപരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ നമുക്ക് സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കാനുണ്ട്. ശരി, ശ്രീ ബിനോയ് കുര്യൻ, ജോസ് മാവേലി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ബിനോയ് കുര്യൻ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്ര നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് മാറി നടക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അവിടെ നേരത്തെ ഡെപ്യൂട്ടി മേയർ ചൂണ്ടിക്കാട്ടിയതുപോലെ സർക്കാരിന് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്ന ഏരിയ ഏതാണ് എന്ന് നോക്കി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വിമർശനം, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതവിടെ നിലനിൽക്കുന്നു. ABC-കളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതുപോലെ നേരത്തെ ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിലുള്ള കാര്യമാണ് ഡെപ്യൂട്ടി മേയർ ചൂണ്ടിക്കാട്ടിയത്. അത് ഈ LDF ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ 10-15 പേർക്ക് ഒരുമിച്ച് കടിയേൽക്കുന്ന നിലയൊക്കെ ഉണ്ടായപ്പോൾ ഈ രാഷ്ട്രീയ വിമർശനം LDF ഉയർത്തിയിരുന്നു എന്നുള്ള ചോദ്യം, ഇതിനുകൂടി താങ്കളുടെ മറുപടി ബിനോയ് കുര്യൻ. ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിനകത്ത് മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കും. ഇപ്പം വനം വന്യജീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അതിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ കേന്ദ്രം ഇനിയും സമ്മതിക്കുന്നില്ല. സംസ്ഥാനം ഇപ്പോൾ ശക്തമായിട്ട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം കനിയണം. ഇപ്പോൾ ഈ വിഷയത്തിനകത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസ് മാവേലിയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ശരിയാവില്ല. ഇത് ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര നിയമം മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര നിയമം നിൽക്കുമ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേറെ നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ?
അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിനോ താഴെ നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സുപ്രീം കോടതി വരെ ഉള്ള കേസിനകത്ത് വരെ കക്ഷി ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. സുപ്രീം കോടതി പോലും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമം മാറ്റാൻ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള അഭിപ്രായത്തിൽ തർക്കമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനകത്ത് നിയമം മാറ്റം വരുത്തേണ്ടത്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താ? എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് ABC കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഒരു ABC കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ABC കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും കോർപ്പറേഷനിൽ പ്രത്യേകം ആരംഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിച്ച് തടിയപ്പോയി പോകാം. അന്ന് താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്തതാണ്. പെട്ടെന്ന് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാവകാശം എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അന്നൊരു സഹായം ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ അവകാശമല്ല. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ പ്രത്യേകം ABC കേന്ദ്രം ആരംഭിക്കണമെന്ന് ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശമുണ്ടല്ലോ. ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണത്. ആ ചുമതല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ആ ചുമതല നിർവഹിക്കണം. ആ ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ അവിടെ അതിനാവശ്യമായ ഭക്ഷണവും അതിൻ്റെ കെയർടേക്കർ ഉൾപ്പെടെ നിശ്ചയിച്ച് പോകേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സമീപനത്തിലും മാറ്റം വരണം. എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ ഹോം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേക്കും പ്രതിഷേധവുമായിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി അനുവദിക്കാത്ത സാഹചര്യം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ABC കേന്ദ്രം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആദ്യം ABC കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ്. ആ മുനിസിപ്പാലിറ്റിയെ ചേർന്നുകൊണ്ടാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തോടുന്ന അവസാനം ഞങ്ങൾക്കത് പൂട്ടേണ്ടി വന്നു. അത്ര അനുഭവങ്ങൾ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കാൻ സാധിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ജനങ്ങൾക്ക് ഇത്തരമൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ അധികാരം വെച്ചുകൊണ്ട് നിലവിലെ നിയമപ്രകാരം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് കോർപ്പറേഷൻ സ്വന്തമായി ABC കേന്ദ്രം ആരംഭിക്കുകയും അതുപോലെ കൂടുതൽ ഷെൽട്ടർ ഹോം ആരംഭിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ അവിടുത്തെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. കേന്ദ്ര നിയമത്തിനകത്താണ് ഇതിനകത്ത് മാറ്റം വരേണ്ടത്. ആ നിയമം മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എംപിമാരും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ എല്ലാം ഭാഗത്ത് ഇടപെടലുണ്ടാവണം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് കാണേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജോസ് മാവേലി, മറ്റൊന്ന് പേവിഷബാധയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ്. അതിൽ തന്നെ സമീപകാലത്തെ ചില മരണങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. ഈ 2030 അതായത് 5 വർഷത്തിനകം തന്നെ ഈ നായകൾ വഴിയുള്ള പേവിഷബാധ ഒഴിവാക്കാൻ ഉതകുന്ന തരത്തിലുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് ലോകാരോഗ്യ സംഘടന അടക്കം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഘട്ടമാണ്. വികസിത രാജ്യങ്ങളിൽ ഒരു പരിധിവരെയൊക്കെ ഇതിനെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അതൊരു പൊതുജനാരോഗ്യ രംഗത്ത് അതൊരു ഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ ഈ നായകളൊക്കെ പെറ്റുവരുന്നതും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതും ആളുകളെ കടിക്കുന്നതും അതൊക്കെ ഉയർത്തുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഈ കർമ്മ പദ്ധതിക്ക് വെല്ലുവിളിയാവുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും ഇന്ത്യയുടെ പലയിടങ്ങളിലും രൂപപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് കേരളത്തിൽ വലിയ രീതിയിൽ, അതിപ്പോൾ കണ്ണൂരിൽ മാത്രമല്ല പല ജില്ലകളിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ ജോസ് മാവേലി. ഇവിടെ അതിനു മുമ്പ് വേറൊരു വിഷയം പറയാനുള്ളത്, ഇന്നത്തെ ഈ ചർച്ചയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ, ഇതിപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ വൈസ് ചെയർപേഴ്സൺ വളരെ എന്താ പറയുക നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വളരെ കാര്യമായിട്ട് തന്നെ പറയുകയാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. അത് തന്നെ നമുക്കൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ബിനോയ് കുര്യൻ സാറും നല്ലൊരു വ്യക്തിത്വമാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചാണ്. അപ്പോൾ LDFും UDFും ഇപ്പോൾ ഒരേ സ്വരത്തിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ നമുക്കൊരു മാതൃകയാക്കുവാനായിട്ട് വളരെ എളുപ്പമാണ് ഇപ്പോൾ. കാരണം ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് അവിടെയുള്ള CPM അതുപോലെ തന്നെ CPM കോൺഗ്രസിനെ ഒന്നിച്ചാൽ പിന്നെ എല്ലാ കാര്യവും ഓക്കെ ആവും. പിന്നെ BJP ചേർക്കാം. എന്നിട്ട് അവിടെ സർവകക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം നോക്കുക. ആ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ നമുക്ക് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ വളരെ ഒരു മാതൃകയായിട്ട് കേരളത്തിന് മാതൃകയാക്കാനായിട്ട് ഒരു നല്ലൊരു അവസരമാണ് 24 ചാനലിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു മാതൃകയായിട്ട് ഇവിടെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും, ഇപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ തെരുവുനായ്ക്കളെ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ അവിടെ നിന്ന് മാറ്റി വേറെ വിൽപ്പനയ്ക്ക് വേണ്ടിയോ ഒക്കെ ഞങ്ങൾ സഹകരിക്കാം. അതിനുള്ള ചെലവ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് വേണ്ട ആൾക്കാർ നമുക്ക് സ്പോൺസർമാരെ കിട്ടും. ജനങ്ങളെ പട്ടിക അടിക്കാതിരുന്നു. അപ്പോൾ ഇതൊരു മാതൃകയാക്കാനായിട്ട്
ചെയ്യാനായിട്ട് നല്ലൊരു അവസരമാണ് ഇത്. ഇപ്പോൾ ജനസേവ ശിശുഭവൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ചെയർമാനാണ് ഞാൻ. എനിക്ക് നേരിട്ട അനുഭവങ്ങൾ പറയാം. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ രംഗത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ അവിടെയുള്ള തെരുവ് നായ്ക്കളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോൾ എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പല കേസുകളും വന്നിട്ട് ഞാൻ സുപ്രീം കോടതി പോയി മാപ്പപേക്ഷ വരെ ഈ തെരുവുനായ സ്നേഹികളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഇനിയും ഞാൻ ഇതിനകത്ത് നിൽക്കാൻ കാരണം ജനങ്ങളുടെ കഷ്ടപ്പാട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സിയാമോളും ഒരു നിയാമോളും 2 മാലാക കൊച്ചുങ്ങൾ തെരുവുപട്ടികൾ കടിച്ച് കീറി അവരെ തല മുഴുവൻ തലയോട്ടി പോലും പുറത്ത് കടത്തി എന്ത് കഷ്ടം കാണിച്ച് അതിൻ്റെ മരണപ്പെട്ടു പേവിഷമായിട്ട്. ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു കൊച്ചാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണകർത്താക്കളുടെ ഒരു കൊച്ചാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇവരൊക്കെ അപ്പോൾ അതിന് പരിഹാരം കാണില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കല്ല, ഇതിന് പരിഹാരം കാണാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷന് പറ്റിയൊരു അവസരമാണ്. മാതൃകയാക്കാം. അവിടെയുള്ള LDF UDF എല്ലാവരും കൂടി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് മാതൃകയായിട്ട് എന്താ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള പറ്റുള്ളൂ. അപ്പോൾ ഷെൽട്ടർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് അടിയന്തരമായി പരിഹാരം കാണും. അതിന് സാമ്പത്തിക നമുക്ക് വേണ്ടതൊക്കെ ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം. ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇതൊരു മോഡലായിട്ട് ജനങ്ങളെ രക്ഷിക്കണം. മുഖ്യമന്ത്രി ഇതെല്ലാം കണ്ട് മൗനമായിട്ടിരിക്കാതെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കേരളത്തെ മാതൃകയാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ? എന്തോരം എളുപ്പമാണ് കേരളത്തെ മാതൃകയാക്കാനായിട്ട്. കേരളത്തിൽ ജനങ്ങളുടെ എല്ലാവരും ഒരേ. ജോസ് മാവേലി, ഇത് ഒന്ന് മൃഗസ്നേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില വാദങ്ങളാണ്. മറ്റൊന്ന് ഈ നാട്ടുകാരുടെ ആശങ്കയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, താങ്കൾക്കുണ്ടായ അനുഭവം. ഒരു ഷെൽട്ടർ ഹോം ഒരു പ്രദേശത്ത് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയെ കൂട്ടുന്ന തരത്തിലുള്ള ചില ക്യാമ്പയിനുകൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന സാഹചര്യവുമുണ്ട്. ഇവിടെ ഈ ഒരു ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള മുഴുവൻ പട്ടികളെയും മുഴുവൻ നായകളെയും അവിടെ കൊണ്ടുവന്ന് ഇടാൻ പോവുകയാണ്. കാലങ്ങളായി അവരെ അവിടെ താമസിപ്പിക്കാൻ പോവുക. അത്തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ കൂടി അതിന്റെ ഭാഗമായി നടക്കുന്നതാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം. അതിനാണ് ഞാൻ പറയുന്നൊരു മോഡൽ. അതായത് ഒരു പരിഹാര മാർഗം എങ്ങനെയാണ്? ഇവിടെ ആരാണ് ശക്തികൾ എന്ന് പറയുന്നത്? ഇവിടുത്തെ ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് പാർട്ടിക്കാരാണ്. ഇപ്പോൾ LDF, ഇപ്പോൾ ഉദാഹരണത്തിന് SFI DYFI, അതുപോലെ KSU യൂത്ത് കോൺഗ്രസ്, അവർ 2 കൂട്ടരും വിചാരിച്ചാൽ കേരളത്തിൽ ഒന്നുമില്ല. എല്ലാ കാര്യം വളരെ എളുപ്പമാണ്. അപ്പോൾ അവരല്ലേ ജനങ്ങൾ. അപ്പോൾ അവരെന്താ വരാത്ത? അവർ വരട്ടെ രംഗത്ത്. അവർ രംഗത്ത് വരുമ്പോൾ പ്രശ്നം തീർന്നുള്ളൂ. ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് എന്താ കഴിവുള്ളത്? ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ പുറത്ത് കയറി കഴിഞ്ഞാൽ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സഹിക്കും. അത് സ്വയം ഒരു SFIയുടെ ഒരു കൊച്ചാണ് ഞാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു DYFIയുടെ ആണെങ്കിൽ എൻ്റെ പേരിൽ കേസ് എടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യുക ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അപ്പോൾ അത് ഭരണകർത്താക്കളുടെ കഴിവാണ്. ഇവിടെ അതല്ല, സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കേസ് എടുക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ രംഗത്ത് വരട്ടെ. വിപ്ലവ പാർട്ടികളാണല്ലോ നമ്മുടെ CPM, അതുപോലെ യൂത്ത് കോൺഗ്രസ് ഒക്കെ. അവരെവിടെ പോയി? അവർക്ക് രംഗത്ത് വരാൻ പാടില്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ സർവകക്ഷിയോഗം വിളിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചുള്ള ആശയം കിട്ടും. അവിടെ ആരാണ് ഇതിനെ എതിർക്കെന്ന് നോക്കാമല്ലോ. ഈ തെരുവുനായ സ്നേഹികൾ ഒരാളും സർവകക്ഷി യോഗത്തിൽ വരില്ല, അതറിയാമോ? അവർ പേടിച്ച് മാറി നിൽക്കുള്ളൂ. അവർ രഹസ്യമായിട്ട് പോലീസിന് കത്ത് കൊടുക്കുള്ളൂ, ഇമെയിലിൽ കത്ത് അയക്കും കേസ് എടുക്കാൻ പറഞ്ഞിട്ട്. അവരാരും കണ്ടിട്ടുണ്ട് നമ്മളാരെങ്കിലും? ഈ തെരുവുനായ സ്നേഹികൾ എവിടെയാ? ഒക്കെ ഒളിച്ചിരിക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ പേടിക്കണേ? ഇവർ 1-2 ആൾക്കാരെ പേടിച്ചിട്ട് ഈ 99% ആൾക്കാർ ഇങ്ങനെ സഹിക്കണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് സർവകക്ഷി യോഗം വിളിക്ക്. അപ്പോൾ ആരാണ് എതിർക്കണമെന്ന് അറിയാലോ. ഒരാളെ എതിർക്കാനുണ്ടാവില്ല. ഞാനും വരാം നിങ്ങളുടെ സർവകക്ഷി യോഗത്തിൽ. ആരാ എതിർക്കണമെന്ന് നോക്കാം, നമുക്ക് നേരിടാം. ആരാണ് എതിർക്കുന്നത്? അങ്ങനെ എതിർക്കുന്ന ആൾക്കാർ ഒറ്റപ്പെടും. അപ്പം പിന്നെ ആൾക്കാർ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് പോയി അതിനെ നോക്കുന്നത്. ഇവിടെ നമ്മൾ ശക്തി കാണിക്കുമോ? ഇവിടെ SFIയുടെയും DYFIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUയുടെ എല്ലാം ശക്തി കാണിക്കുമോ? BJP ഉണ്ടെങ്കിൽ അവർ വന്നോട്ടെ. നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർ ABVP ഒക്കെ ഉണ്ടല്ലോ, അവർ വരട്ടെ. അവരും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ BJPക്ക് ഒരു സുവർണ അവസരമാണിത്. BJPക്കാർ രംഗത്ത് വന്ന് തെരുവുനായകളെ കേരളത്തിൽ നിന്ന് മാറ്റുന്നവർ വരികയാണെങ്കിൽ അവർക്ക് കയറി പോരാം. അടുത്ത ഇലക്ഷൻ അവർക്ക് വേണമെങ്കിൽ ജയിക്കാം. പക്ഷേ അത്രയ്ക്ക് ആൾക്കാർ തെരുവുനായകളെ പേടിച്ചിരിക്കുകയാണ്. ആരും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് എത്രയും പെട്ടെന്ന് പറയണത്, ഇതിന് സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇതിന് പരിഹാരം കാണൂ. അല്ലാണ്ട് ഇപ്പം എത്ര ആൾക്കാർ ദിവസം ഈ സമയത്ത് പോലും കടിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമോ? ശരി, ശ്രീ ബിനോയ് കുര്യൻ, ഇത് കൂട്ടായി എല്ലാവരും പരിശ്രമിച്ച് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഒരുപാട് തടസ്സങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഗൗരവതരമായുള്ള തടസ്സങ്ങളുണ്ട്, നിയമവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട 2 സംവിധാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ ചർച്ച ആ തരത്തിലേക്ക് വഴിമാറുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ വിശദീകരിക്കുന്നുണ്ട്. നാളെ ഒരു പ്രത്യേക കൗൺസിൽ വിളിക്കുന്നുണ്ട്. ഈ കൗൺസിലിന് ഇനി വളരെ കുറച്ച് നാളത്തെ കാലാവധി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ആ പ്രതിഷേധമൊക്കെ മാറ്റി നിർത്തിയാൽ ഇനിയുള്ള നടപടികളിൽ കോർപ്പറേഷനോട് പൂർണ്ണമായി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണം ഉണ്ടാകുമോ? ഒരു അവിശ്വാസത്തിൻ്റെ സ്വരമില്ലാതെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമോ ബിനോയ് കുര്യൻ? ഞങ്ങൾ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് മാത്രമാണ്
ജില്ലാ പഞ്ചായത്തിൻ്റെ ABC കേന്ദ്രത്തിൽ കോർപ്പറേഷനിൽ നിന്നുള്ള തെരുവ് നായ്ക്കളെ കൂടി അവിടെ ABCക്ക് വിധേയമാക്കുന്നത്. ഞങ്ങൾ ഉത്തരവാദിത്തമല്ല. കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് ABC കേന്ദ്രം തയ്യാറാക്കേണ്ടതാണ്. ആ ചുമതല നിർവഹിച്ചിട്ടില്ല. അത് താൽക്കാലികമായിട്ട് സഹായം ചെയ്ത് കൊടുത്താണ്. അതായത് എല്ലാ കാലത്തും അവരുടെ അവകാശമായിട്ട് അത് കാണേണ്ടതില്ല. അത് മനസ്സിലാക്കണം. ആ ഉത്തരവാദിത്തം കോർപ്പറേഷൻ നിർവഹിക്കുന്നില്ല. ഇപ്പോൾ എന്താ അവർ ചെയ്യുന്നത്? എവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൽ വിളിക്കാനാണ് പറയുന്നത്. ചില കോളേജുകളിൽ നിന്ന് വിളിക്കുന്നു, സ്കൂളുകളിൽ നിന്ന് വിളിക്കുന്നു, സ്ഥാപനങ്ങളിൽ നിന്ന് വിളിക്കുന്നു. കോർപ്പറേഷൻകാർ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് വിളിക്കാനാണ് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ്റെ അധികാരികൾ കൈയൊഴിയാണ് ചെയ്യുന്നത്. അതൊരു ശരിയായ നിലപാടില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയിട്ട് തെരുവ് നായ്ക്കളെ പിടിച്ചിട്ട് അതിനകത്തിട്ട് പൂട്ടിയിടണം. നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. ഗവൺമെൻറ് അധികാരം തന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ചുമതലയല്ലേ? ആ ചുമതല കോർപ്പറേഷൻ നിർവഹിക്കണം. അത് നിർവഹിക്കാത്തതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ തലക്കെട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ തർക്കത്തിൻ്റെ വിഷയമൊന്നുമില്ല. കോർപ്പറേഷൻ അവരെ ചുമതല നിർവഹിക്കാത്ത വിഷയമുള്ളൂ. ജില്ലാ പഞ്ചായത്തിന് അവിടെ ഒരു ഉത്തരവാദിത്വവും ഇല്ല. കോർപ്പറേഷനിലെ തെരുവ് നായ്ക്കളെ പിടിക്കേണ്ടതും ABC നടത്തേണ്ട ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനില്ല. പക്ഷെ ഞങ്ങളൊരു സഹായം ചെയ്തു ഇത്രയും കാലം. അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ മുഴുവൻ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിന് തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനാണ് കണ്ണൂർ കോർപ്പറേഷൻ ശ്രമിക്കുന്നത്. അത് അവരുടെ ഒരു കഴിവുകേടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരാ ചുമതല നിർവഹിക്കണം. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് ഇവിടെ സർവകക്ഷിയോഗം വിളിച്ച് ഭൂരിപക്ഷ പ്രകാരം തീരുമാനമെടുക്കേണ്ട കാര്യമല്ല. ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണിത്. അത് കേന്ദ്ര നിയമമാണിത്. അവിടെ നിയമം മാറ്റണം. അതിന് സമ്മർദ്ദം ചെലുത്തുക. MPമാരും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളുമൊക്കെ സമ്മർദ്ദം ചെലുത്തുക. കേന്ദ്ര ഗവൺമെൻറ്റും നിലപാട് മാറ്റണമല്ലോ. ജനങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിലപാട് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കണ്ടേ? അതവർ ചെയ്യുന്നില്ലല്ലോ. എന്തെങ്കിലും അവർ വിമർശിക്കാത്തത്? ബാക്കി എല്ലാത്തിനോട് സംസ്ഥാന ഗവൺമെൻറ് വിമർശിക്കുന്നതാണെന്നല്ലോ. ആ വിമർശനം നിങ്ങൾ ആരെയാണ് വിമർശിക്കുക? അവരെ വിമർശിക്കണ്ടേ? ശരി, ഡെപ്യൂട്ടി മേയറിലേക്ക് വരാം. ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിരയിലേക്കാണ്. അഡ്വക്കേറ്റ് P. ഇന്ദിര, താങ്കൾ കോർപ്പറേഷൻ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു, കോർപ്പറേഷനുള്ള പരിമിതികൾ വിശദീകരിച്ചു. അപ്പോഴും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നിങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ പ്രസക്തവുമാണ്. നിങ്ങളുടേതായി വന്നിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളെ കണ്ടില്ല, ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള, ഏറ്റവും ഒടുവിലുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി. അല്ല, ഒരു സെക്കൻഡ്. അതിലൊരു കാര്യം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം സർക്കാർ 23/8/2022 2065/2022 ഉത്തരവ് പ്രകാരം ഒരു പഞ്ചായത്ത്, ബ്ലോക്ക്, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് സംയുക്ത പ്രൊജക്ട് ആക്കാൻ വേണ്ടി പറയുകയും അതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന് തുക കൈമാറണം എന്ന് പറയുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തുക കൈമാറിയത്. നമ്മൾ വെറുതെ ജില്ലാ പഞ്ചായത്തിനോട് അന്വേഷിക്കുക, അവരുടെതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നതല്ല. നമ്മുടെ പണം അവർക്ക് കൈമാറിയിട്ട് അവരെ ഏൽപ്പിച്ച പ്രൊജക്ടിൻ്റെതാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിനോട് ചോദിക്കാൻ പറയുന്നത്, അല്ലാതെ അവരുടെ ഔദാര്യമായിട്ടല്ല. ഇത് എന്ത് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളുടെ പ്രശ്നം, അത് പാർട്ടി നോക്കിയിട്ടല്ലോ പഠിക്കുന്നത്. അവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. നമ്മുടെ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യണം. അവർക്ക് ഭീതിയില്ലാതെ ഇറങ്ങി നടക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഷെൽട്ടർ ഹോമിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഈ ഷെൽട്ടർ ഹോമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നായെ പിടിക്കാൻ പോകുമ്പോ ഇവിടുത്തെ മൃഗസ്നേഹികൾ പിടിക്കാൻ വിടുന്നില്ല, ഷെൽട്ടർ ഹോമിലേക്ക് ആക്കാൻ വിടുന്നില്ല എന്നുള്ള ഒരു കാരണം വെച്ചാലും നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് പാർപ്പിക്കാൻ വിടില്ല എന്നാണ് അവർ നമ്മളെ വെല്ലുവിളിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വാക്സിൻ ഇത് വലിയ മാഫിയാണ്. നേരത്തെ മാവേലി അവർ പറഞ്ഞതുപോലെ ഇതൊരു വലിയ മാഫിയ സംഘമാണ്. അവർ ഈ തെരുവ് നായ്ക്കളെ ഇവിടുന്ന് ഒഴിവാക്കാൻ, ഉന്മൂലനം ചെയ്യാനുള്ള ഒരു സംവിധാനത്തിനും കൂട്ടുനിൽക്കില്ല. അതിനോടാണ് ഈ കേന്ദ്ര സർക്കാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ നിയമം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നിർമ്മാണമല്ല ഇത് എന്നുള്ളതും ജനങ്ങൾ ഇപ്പൊ ABC ഇപ്പൊ ജില്ലാ ഭാരവാഹി പറഞ്ഞത് എന്താണ്, ABC മാത്രം നടപ്പിലാക്കിയതുകൊണ്ട് ഇവിടുത്തെ നായശല്യം ഇല്ലാതാവുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ABC മാത്രം ഇതിനൊരു പരിഹാരമല്ല. നമ്മൾ പറയുന്നത് അതാണ്. അതിന് പരിഹാരമാവണമെങ്കിൽ നായ്ക്കളെ പിടിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം. ആ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ ഇവിടുത്തെ മൃഗസ്നേഹികൾ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, വേറെ ആരെയുമല്ല, എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ നായയെ പിടിക്കുന്നതൊന്ന് കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സംവിധാനത്തിലേക്ക് പോകാൻ നമ്മളെ വിടുന്നില്ല ഒരു ഭാഗത്ത്. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു പൊതുജന പങ്കാളിത്തത്തോടെ മാത്രമേ ഈ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം, സർവകക്ഷി യോഗം വിളിക്കണം. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാലോ. ABC
അപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെ ഷെൽട്ടർ ഹോം ഉണ്ടാക്കണം. ഒരു ഭാഗത്തേക്ക് അവരെ മാറ്റി ശരി, ശ്രീ ജോസ് മാവേലി, ഇങ്ങനെ ഷെൽട്ടർ ഹോമിന്റെ കാര്യത്തിലൊക്കെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധമൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അതിന് പിന്നിൽ ഒരു ഗൂഢമായൊരു ക്യാമ്പയിൻ ഉണ്ട് എന്ന വിമർശനമൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇതിൽ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ, ആളുകളെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ, ഇതാണ് ഇതിൻ്റെ സംവിധാനം, ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി, ഇതാണ് ഇതിൻ്റെ രീതി എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത് കൂടി ഇതിനൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടോ ജോസ് മാവേലി? ഇപ്പോൾ ഏതായാലും ഒരു നല്ലൊരു കാര്യം ഇന്ദിരാ മാഡം പറഞ്ഞിരിക്കുകയാണ്, സർവകക്ഷി യോഗം വിളിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന്. അതൊരു കൈയടിച്ച് നമ്മൾ പാസ്സാക്കുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കണ്ണൂർ കോർപ്പറേഷൻ ഒരു സർവകക്ഷി യോഗം വിളിക്കുക. അതിന് അവിടെയുള്ള LDF-കാരും UDF-കാരും BJP-യും മറ്റേ സാമൂഹ്യ പ്രവർത്തകരും അവരൊക്കെ വിളിച്ച് വളരെ പെട്ടെന്ന് ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക. അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ വിളിക്കുക. ആരെ വരുന്നറിയട്ടെ, ഇവരാരും രംഗത്ത് വരില്ല മാഡം, ഒരാൾ രംഗത്ത് വരില്ല. അവർ വെറുതെ പെപ്രാച്ചി കാണിച്ച് ഇങ്ങനെ പേടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ 99% ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഷെൽട്ടർ പണിയാം. അപ്പം ജനങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. വളരെ നല്ല കാര്യമാണ്. ഇന്ന് 24 ചാനൽ ഈ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ നല്ലൊരു കാര്യം വന്നിട്ടുണ്ട്. മാതൃക കോർപ്പറേഷൻ ആവുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അതിനെല്ലാവർക്കും ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. ഈ നിയമത്തിന്റെ സാങ്കേതികത്വത്തിനൊക്കെ അപ്പുറത്തേക്ക്, ഈ പരസ്പരം പഴിചാരിയുള്ള ആരോപണങ്ങൾക്ക്, പ്രത്യാരോപണങ്ങൾക്ക് ഒക്കെ അപ്പുറത്തേക്ക് ആശങ്കയിൽ നിൽക്കുന്നത് ജനങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 70 പേർക്ക് ഒരു നഗരഹൃദയത്തിൽ വെച്ച് കടിയേൽക്കുക എന്ന സാഹചര്യം, തെരുവുനായകളുടെ കടിയേൽക്കുക എന്ന സാഹചര്യം ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്, ചില അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചർച്ച പൂർത്തിയാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.